ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. നമ്മൾ കഥനാഗേശ്വരായി ചേട്ടാ ഞാൻ എന്താ പറയാ. അതെ അതെ, നമുക്ക് ഫുഡ് കഴിക്കാം, പിന്നീട് പോവാം. എല്ലാം ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അവിടെ പോയിട്ട് ഫുഡെല്ലാം നന്നായിട്ട് കഴിച്ച് അവർ കിടന്ന് പറഞ്ഞായിരുന്നു. രാവിലെ ആയിരുന്നു. എടി അങ്ങനെ ഇനി എന്നെ പറയായിരുന്നു. എന്ന് ചേട്ടാ മണി എത്ര? 6 മണി എത്രല്ല എടി, ഈ 5 മണി. എന്നാ ശരി, ഇനി പൊറ്റിയെല്ലാം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് 5 മണിക്ക് എല്ലാം പോയി. അവരെല്ലാം ക്ലീൻ ചെയ്ത് അവരെല്ലാം പണി കഴിഞ്ഞായിരുന്നു. 6:50 ചേട്ടാ, 6:50. ശരി, ഓക്കെ. എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ചേട്ടാ. ശരി, ഓക്കെ. എല്ലാം റെഡി ആയിരുന്നു. അങ്ങനെ ഫുഡ് ഡിന്നറെല്ലാം കഴിച്ചു. ചേട്ടാ ഇനി നിങ്ങൾക്ക് ഞാൻ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്, ടിഫിൻ കൊടുത്തായിരുന്നു. ഇത് സ്നാക്കാണ്, മനസ്സിലായോ? താങ്ക്സ് ചേട്ടാ. ശരി, ഓക്കെ, അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡ്രോപ്പ് ചെയ്തായിരുന്നു. 7 മണിയായിരുന്നു. എനിക്ക് പോരുണ്ട് ചേട്ടാ, എനിക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് പോയായിരുന്നു. ബാ എന്ന് പറഞ്ഞ് പോയായിരുന്നു. അങ്ങനെ 3 അതെ, നമ്മൾ പൂജ പറയായിരുന്നു. അല്ലെ പൂജ, എടി മച്ചി പ്ലേസ് സൂപ്പറായിട്ടുണ്ടല്ലേ. പൂജ പറഞ്ഞു മച്ചി സൂപ്പറായിട്ടുണ്ട്. അതൊക്കെ അനു പറയായിരുന്നു. വാവ് നന്നായിട്ടുണ്ടടി. പിന്നെ 3 പേരെ കോളേജിന് വന്നു. അവിടെ കുറച്ച് സെക്രട്ടറിയുടെ മാളെ വേഗം വന്നേ. മണി എത്ര? 8 മണിക്കാണ് മോള് സ്റ്റാർട്ടാണ്. അകത്ത് പോയിക്കോന്ന് പറഞ്ഞായിരുന്നു. അതെല്ലാം അകത്ത് പോയായിരുന്നു. ഇങ്ങനെ കേട്ട് പോയായിരുന്നു. അവിടെ ഒരു പ്രിൻസിപ്പൾ വന്നായിരുന്നു. പ്രിൻസിപ്പൾ പറഞ്ഞാൽ നടന്നു. എക്സ്ക്യൂസ് മീ സർ. എന്തമ്മാ സാർ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആണ് സാർ. ഏത് പേര് പറഞ്ഞാണ്? എൻ്റെ ഒരു പേരുണ്ട്. ശരി, ഓക്കെ, വാ എൻ്റെ കൂടെ വന്നു. പ്രിൻസിപ്പൾ പോയി ഇതാണ് കോളേജ് റൂം എന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങൾ ക്ലാസ് എന്നപ്പോൾ പ്രിൻസിപ്പൾ വരുന്നു. അങ്ങനെ പ്രിൻസിപ്പൾ പറയുന്നു ഞാനാണ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ശരി, താങ്ക്സ് സാർ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു അവർ പോയായിരുന്നു. അവിടെ ഫസ്റ്റ് ബെഞ്ച് ഉണ്ടായിരുന്നു. മച്ചി ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ വന്നതാ കോളേജ് ഫസ്റ്റ് ഇയർ. അതെ എന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് അവർ അങ്ങനെ ഇരുന്നായിരുന്നു മച്ചി. അതെ, അങ്ങനെ ഫസ്റ്റ് ബെഞ്ച് അങ്ങനെയായിട്ട് കുറേ ആൾ പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എല്ലാം വന്നായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ മാത്രം ആരും വന്നില്ലായിരുന്നു. ഹീറോയിൻ മാത്രം ഫസ്റ്റ് വന്നു. പിന്നെ കുറച്ച് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മുണ്ടാതിരുന്ന് അവരിരുന്ന് സംസാരിക്കായിരുന്നു. അതെ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് 3 സീറ്റായിരുന്നു. അത് ഹീറോയുടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു കാസം മതി. ഹീറോ രണ്ടായിരിക്കാൻ പറ്റുന്നത്. പൂജയുടെ വീട് കുറച്ച് ചേഞ്ച് ആയിരുന്നു. പൂജ പറയായിരുന്നു മച്ചി അങ്ങനെയായിട്ട് എന്താ ചെയ്യുക, അങ്ങനെ രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് സാഡായിരുന്നു. അതിനെ നോക്കുമോ ഏടി മണ്ടിക്ക് എന്ന് ഹീറോയി പറയുന്നു. എന്താ മച്ചി? അവിടെ നോക്കൂ എന്ന് പറയുന്നു. 3 പേരുണ്ട് എടി, ഇത് മാത്രം ചേഞ്ച് ചെയ്താൽ. അതെ, 3 പേരൊക്കെ തിരിക്കാൻ പറ്റും കഴിഞ്ഞു. 3 പേരാണ്. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു. സോറി മച്ചി, എനിക്ക് മാറുന്നു എന്ന് പറഞ്ഞു ഹീറോയി ഇരുന്നായിരുന്നു. അങ്ങനെ ഹീറോയി പറയായിരുന്നു മച്ചി അത് കുറച്ച് ചേഞ്ച് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഹീറോയി ചേച്ചി പറയായിരുന്നു അതോട്ട് മുറിക്കായിരുന്നു. അങ്ങനെയായിട്ട് എന്നൊരു സീറ്റ് ഉണ്ടായിരുന്നു. അടുത്തടുത്താണ് 2 പേര് ഇരിക്കുന്നത്. അടുത്ത് പിന്നെ കുറച്ച് അപ്പുറത്ത് പരിസ്ഥിതി മാത്രം ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ഹീറോയി ചേച്ചി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇരുന്നായിരുന്നു. പിന്നെ കോളേജ് പ്രൊപ്പോസ് വരുമായിരുന്നു. ഹായ് സ്റ്റുഡൻറ്റ്, എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് പ്രൊപ്പോസ്, നിങ്ങളെ ക്ലാസ് ടീച്ചറാണ് ഞാൻ എന്ന് പറഞ്ഞ് ടീച്ചർ പഠിപ്പിക്കുമായിരുന്നു. ഫസ്റ്റ് ഇയർ അവർക്ക് പഠിച്ചു വരുന്നു. ഹീറോയി ഭയങ്കര ബോറിംഗ് ആയിരുന്നു മച്ചി എന്ന് പറഞ്ഞാണ്. അപ്പം ലഞ്ചിൻ്റെ ചെറിയ കളിയായിരുന്നു. ലഞ്ച് പിന്നെ സ്നാക്ക് ഇപ്പോൾ കളിക്കാം. പിന്നെ ലഞ്ചിക്ക് പിന്നെ നമുക്ക് കഴിക്കാനുള്ള പറഞ്ഞാൽ സ്നാക്ക് പറഞ്ഞാൽ ഇങ്ങനെ പി ടി ആണ്. കയറി പിന്നെ ലഞ്ച് കഴിക്കുന്നത് പിന്നെ കഴിച്ചാൽ പറഞ്ഞാൽ കുറേ എല്ലാം എൻജോയ് ചെയ്ത് ഫുഡ് ഇങ്ങനെ സ്നാക്ക് കഴിച്ചായിരുന്നു. പിന്നെ ക്ലാസ് സ്റ്റാർട്ടായി. പിന്നെ ഫുഡ് ഡിന്നർ ടൈം വന്നു. അങ്ങനെയായിട്ട് അവരെല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഒരു 3 പേരിരുന്ന് കഴിക്കുമ്പോൾ ഒരു ഗേൾ പറഞ്ഞു. ഹായ്, എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞു. ഹായ്, എന്താ ചെയ്യുന്നത്? അതെ ഞാൻ ഫുഡ്. നിങ്ങളെന്താ 3 പേര് ഒരേമാതിരി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്? അല്ല, ഞങ്ങൾ 3 പേര് ഒരേ വീട്ടിലാണ് ഉള്ളത്. അത് മാത്രമല്ല എൻ്റെ ചേട്ടനാ ഇവിടെ ഉള്ളതെന്ന് ആ ഗേളിനോട് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് എന്നൊരു ഗേൾ വന്നു. ഹായ്, എൻ്റെ പേര് ഇതാണ് പറഞ്ഞായിരുന്നു. ശരി, ഹായ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ 2 ഗേൾസ് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സായി മാറിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ എന്ന് പറഞ്ഞ് അവർ 2 പേരും അവരുടെ പേര് പറഞ്ഞായിരുന്നു. ഹായ്, എൻ്റെ പേര് അനു എന്ന ഹീറോയി പേര് പറഞ്ഞായിരുന്നു. ഹായ്, എൻ്റെ പേര് പൂജ. ഹായ്, എൻ്റെ പേര് കീർത്തി. അതിലൊരു ഗേൾ വരുന്നു. എൻ്റെ പേര് മേഘന. ഹായ് മേഘന. ഹായ്, എൻ്റെ പേര് ഞാനായിട്ട് പേര് കേട്ട എന്ത്? അതെ, എൻ്റെ പേര് ആലിയ. എന്ന് പറഞ്ഞായിരുന്നു.
ഓ മേഘന, അതെ എൻ്റെ പേര് മേഘന എന്ന് വേറൊരായിരുന്നു. മേഘനക്ക് ക്യൂട്ടായിട്ടായിരുന്നു മേഘന. ശരി, അങ്ങനെ ഫ്രണ്ട്സ് എന്നായി മാറി. അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ വീട്ടിലേക്ക് വരും. ഹീറോയി പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്ന്. അങ്ങനെ 2 ഗേൾസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ 2 പേര് വീട്ടിലൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഹീറോയി സംസാരിച്ചായിരുന്നു. അങ്ങനെ മേഘന പറയായിരുന്നു. അങ്ങനെ ആലിയ അങ്ങനെ മേഘന ഇങ്ങനെ നോക്കുമായിരുന്നു. മേഘന ഇടിച്ചു നോക്കുമ്പോൾ ആദിയായിരുന്നു. മേഘനക്ക് ആദ്യം കണ്ട് മേഘന പറഞ്ഞ ആദ്യനെ ഇടിച്ച് നോക്കുക. ആദ്യനെ മേഘന കണ്ണെടുക്കാതെ ആദ്യനെ നോക്കായിരുന്നു. ഹായ് മേഘന പേര് പറഞ്ഞിരുന്നു. ആദ്യം ശ്രദ്ധിച്ചായിരുന്നു. ഹായ് മേഘന എന്ന് പറഞ്ഞായിരുന്നു. ഹായ് എന്ന് പറഞ്ഞു. ഞാൻ കീത്തിൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞായിരുന്നു. ഹായ് എന്ന് പറഞ്ഞു. മേഘനക്ക് മനസ്സിൽ ബട്ടർഫ്ലൈയും വർക്കായിരുന്നു. എന്ത് ആൻസമായിട്ടുണ്ടെന്ന് മേഘന വന്നു. മേഘനെ കൂടെ ആലിയ കേൾക്കട്ടായിരുന്നു. എന്തടി അങ്ങോട്ട് നോക്കടി എന്ന് പറഞ്ഞു. അവൾ നോക്കിയിരുന്നു. എന്താ എനിക്ക് അവനെ പിടിച്ച് ശരി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയി ചെന്ന് അർജുന് വന്നിരുന്നു. ആലിയ അർജുനെ ശ്രദ്ധിച്ചില്ല. എടി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ അർജുൻ വന്നായിരുന്നു. ഈ വയസ്സായിട്ട് 2 പേര് തിരിഞ്ഞ് നോക്കുകയായിരുന്നു. നമ്മൾ ആലിയ അർജുനും കൊണ്ട് ഫ്ലാറ്റായിപ്പോയി. മൊത്തത്തെ ഫ്ലാറ്റായിരുന്നു. എന്ന് ചുള്ളുവിട്ടായിരുന്നു. ഹായ് എന്ന് പറഞ്ഞു. ആരാ ഇത് എന്ന് അർജുൻ കേട്ടായിരുന്നു. ഇത് ആലിയ, ഇത് മേഘന എന്ന് പറഞ്ഞായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞ് അർജുൻ റൂമിലേക്ക് പോയായിരുന്നു. ഇതിനിടെ ആലിയക്ക് ഭയങ്കര അർജുനേൻ്റെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ആയിട്ട് മേഘനെ കേട്ടായിരുന്നു. ഇവരെന്താ ചെയ്യുക, ഇങ്ങനെ ഒരു ജോലി പറഞ്ഞ ഇവിടെ ഒരു കമ്പനിയുണ്ട്. സിംഗിങ് കമ്പനിയില്ല, സിംഗിങ് അഡൽസ് കമ്പനി. അവിടെ നിന്ന് സോങ് പാടുന്ന കമ്പനി. അവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ ചേട്ടനും എന്ന് പറഞ്ഞ്. ഓ അങ്ങനെയാണോ എന്ന് ആലിയ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് മാത്രമല്ല എൻ്റെ ചേട്ടനും ഇതല്ലേ ജോലി ചെയ്യാണ്, ട്രെയിനിങ് ചെയ്യുന്നതാണ്. നല്ല പാട്ട് പാടും എൻ്റെ ചേട്ടൻ എന്ന് ആലിയ എന്നോട് പറഞ്ഞു. ഞങ്ങൾ അനുവും 2 പേരും പാട്ട് പാടുന്നതാണ് മേഘനായിട്ട്.